ഇപ്പം അടുത്ത് നടന്ന സംഭവം കേട്ടോ. ഈ വിഷയം ഒരുപാട് യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സംസാരിക്കണം തോന്നി, അതാണ് വന്നത്. ബാലയുടെയും അമൃതയുടെയും സംഭവമാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ വിഷയം തുടങ്ങുന്നത് തന്നെ അവരുടെ മകളായിട്ടുള്ള അവന്തികയുടെ ഒരു ലൈവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം, ആ ലൈവ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം കൊച്ചു കുട്ടിയാണ്. അപ്പോൾ നമ്മളത് ആ കൊച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ശരിയുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഓക്കെ, പക്ഷേ എനിക്കത് പറയണം തോന്നി. ഒരു കുട്ടി വന്നിട്ട് എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കള്ളം പറയത്തില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള പാലായാലും ഫിലിം സ്റ്റാറാണ്, അമൃതയാണെങ്കിലും സിംഗറാണ്. അപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുട്ടി ചെറുപ്പം മുതൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്, സ്കൂളിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആ കുട്ടി ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് തൻ്റെ ഫാദറിൻ്റെ അടുത്തോട്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ ഫാദറിനെ, അതായത് അമൃത ഓൾറെഡി രണ്ടാമത് കല്യാണം കഴിച്ചു, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ട് പല ആൾക്കാർ ഈ കുട്ടിയെ വിമർശിച്ച്, അതായത് ഇങ്ങനെ ഐ മീൻ അമ്മ ശരിയല്ല, അച്ഛനാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെടുത്ത് വളരെയതായിട്ട് പറയുമ്പോൾ ആ കുട്ടിയുള്ള കാര്യങ്ങൾ, അതായത് എന്താണോ യാഥാർത്ഥ്യത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ആ കുട്ടി തുറന്നെടുത്ത് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, മെൻ്റലി ഫിസിക്കലി, ഭക്ഷണം തന്നിട്ടില്ല, എന്നെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ആ ലൈവിൽ സംസാരിക്കുന്നുണ്ട്. ആ കുട്ടി നല്ല സങ്കടത്തിലാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ ബാക്കിലെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താ, അമൃത പറയിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം റിയൽ ആയിട്ട് ഒരാൾ വന്ന് പറയും. ഒരു കുട്ടി എന്തായാലും കള്ളം പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയൊന്നും ഒരാൾക്ക് ഇങ്ങനെ സിസ്റ്റം വൈസ് കള്ളം എന്ന് പറയാൻ കഴിയില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ആ കുട്ടിയുള്ള കാര്യങ്ങൾ തുറന്നടി സംസാരിക്കുമ്പോൾ സൊസൈറ്റി പറയുന്നത് എന്ത്, അത് പറയിപ്പിച്ചതാണ്, അങ്ങനെ ഇങ്ങനെ, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു കുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചെറുപ്പം മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിലും ട്രോമ ആയിപ്പോകും അമ്മാതിരി. കാരണം കമൻസ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇതല്ല കിട്ടുന്നത് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്, സൊസൈറ്റിയിൽ നിന്ന്. സൊസൈറ്റി ഉദ്ദേശം മൊത്തത്തിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിനക്ക് ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അച്ഛനാണ് നല്ലത്, അമ്മ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇങ്ങനെ കേട്ടോണ്ടിരുന്ന ആർക്കായാലും ഒന്ന് സംസാരിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ഇതൊക്കെ കേട്ട് 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 തഴമ്പിച്ചിട്ട് ഭയങ്കരതായിട്ട് വന്നിട്ട് ശോകത്തിലാണ് ലൈവ് ചെയ്തത്. അതിനെ വിമർശിക്കാനുള്ള ആൾക്കാർ മുഴുവൻ ഇറങ്ങിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്താണ് അവസ്ഥ. അതിനെ വിമർശിക്കാനായിട്ട് മാത്രമാണ് ആൾക്കാർ. ഞാനിവിടെ ആരുടെയും വീഡിയോ കാര്യങ്ങളൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. കാരണം ഞാൻ ചെയ്യുന്നതാണ്, പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എനിക്കിത് പറയണമെന്ന് തോന്നി കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അമൃതയുടെ സൈഡ് വന്നിട്ട് ഏകദേശം രാവിലെ എത്ര സമയത്താണ് അമൃത എണീറ്റിട്ട് ലൈവ് ചെയ്യുന്നത്, ഒരു 30-33 മിനിറ്റുള്ള ലൈവാണ് ചെയ്തത്. അമൃത വന്ന് കരഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബാലയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ മകൾ നേരിട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിഷയം, മനസ്സിലായല്ലോ. അപ്പോൾ ഞാനതല്ല, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നിയത്. എന്തിനാണ് ഒരു കുട്ടി, ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അതായത് ഞാൻ അമൃതയുടെ സൈഡ് പിടിക്കുകയല്ല കേട്ടോ, ഞാൻ അമൃതയുടെയും ഭാര്യയുടെയും സൈഡല്ല ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ആ കുട്ടിയുടെ അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ പല ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തിൻ്റെ പേരിൽ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയ ആൾക്കാരായാലും അല്ലെ അല്ലാത്ത ആൾക്കാരായാലും അച്ഛനും അമ്മയും എന്തൊക്കെ ഇഷ്യൂസ്, അവരുടെയുള്ള ഇഷ്യൂസിൽ ഇവർ തമ്മിൽ വേർപിരിഞ്ഞ മക്കളുണ്ടാവും. ഇവർ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇഷ്യൂസ്. ഇതിൻ്റെ ഇടയ്ക്ക്, അത് അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് നിന്നിട്ട് ഐ മീൻ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ. അപ്പോൾ ഈ പല ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവരിങ്ങനെ മുട്ടി നിൽക്കുമായിരിക്കും. അവർക്ക് അറിയില്ല എന്ത് കൊടുക്കണം, അത് അത്രത്തോളം അവർ ആ പ്രശ്നത്തിലായിരിക്കും. അച്ഛൻ്റെ അടുത്തോട്ട് പോയിക്കൂടെ, അമ്മയുടെ അടുത്തോട്ട് പോയിക്കൂടെ, എന്താ അവർ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത്, എന്താ അതിൻ്റെ കാരണം, അങ്ങനെ കുത്തി ചോദിക്കാനായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കുടുംബക്കാരെ വക, നാട്ടുകാരെ വക, കോളേജിൽ പോയാൽ അവിടുത്തെ വക, സ്കൂളിൽ പോയാൽ അവിടുത്തെ വക, ഇനി അതല്ല വേറെ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അവരെ വക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ചൊറിച്ചിൽ, അത് എസ്പെഷ്യലി സെലിബ്രിറ്റീസ് ആണെങ്കിൽ പറയണ്ട ആ കാര്യം, എന്തായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഡബിൾ 100% അതിൻ്റെ ഒരു 100 ആയിട്ട് ഇരട്ടിയായിരിക്കും.
അപ്പോൾ ഇത്രത്തോളം മാനസിക പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി വന്നിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ലൈഫിൽ അനുഭവിച്ചു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി, എൻ്റെ അമ്മയ്ക്കുണ്ടായി, ഇതൊക്കെയാണ് കടന്നു പോയിട്ടുള്ളത്, ഇതുകൊണ്ടാണ് എനിക്ക് അച്ഛനെ വേണ്ടാത്തത്, അച്ഛൻ എന്നെ നോക്കിയിട്ടില്ല, ഉപദ്രവിച്ചിട്ടുള്ളൂ എന്നൊക്കെ സത്യമായിട്ട് തുറന്ന് പറയുമ്പോൾ അത് സത്യമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അതിൽ കടന്ന് നമ്മൾ സോഷ്യലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകാൻ പാടില്ല, സൈബർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊരാൾ കൊണ്ട് പറയിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ബാലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ആ കുട്ടി അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ ആരും ചോദിക്കരുത്, ഇനി ഇങ്ങനെ ആരും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത്, എന്നെ ആരും ഇനി ഇത് പറഞ്ഞ് ഉപദ്രവിക്കരുത്, ഇനി ആരും ഈ കാര്യം സംസാരിക്കുന്നത് കൊണ്ടാണ് എന്നൊറ്റൊരു കാര്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ എന്ത് ചെയ്തത്, ലൈവ് ചെയ്തത്. അപ്പം അത് പിന്നെ ഒരു പ്രശ്നമായി മാറി. അത് പ്രശ്നമായി മാറി വന്ന് പിന്നെ അമൃതയുടെ ഭാഗമായിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ബാലയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാർ കൂടി പിന്നെ വേറെ ആരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറി പിന്നെ അത്. അപ്പം ഞാനതല്ല ചിന്തിച്ചത്. നമ്മളൊരു കാര്യം, ഒരു റിയൽ ഫാക്റ്റ് വന്ന് സംസാരിക്കുമ്പോൾ പിന്നെ ആളുകൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണെന്നൊക്കെ ഉള്ളത്. എസ്പെഷ്യലി കുട്ടികൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പിന്നെ സോഷ്യൽ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിയുള്ള കാര്യമല്ല. ഒരു കുട്ടിയും എൻ്റെ വിശ്വാസത്തിൽ വന്നിട്ട് കള്ളം പറയില്ല എന്നാണ്. അതും താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു കുട്ടി കള്ളം പറയില്ല. പെട്ടെന്ന് വന്നിട്ടൊരു കുട്ടി കള്ളം പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പുച്ഛാണ് തോന്നിയത് ആൾക്കാരുടെ അടുത്ത്, സൊസൈറ്റിയുടെ അടുത്ത് വളരെയധികം പുച്ഛം തോന്നിയത് കേട്ടോ. ആൾക്കാർക്ക് എടുക്കേണ്ട പഴുത്ത പോലെ വെറുതെ ബാക്കിയുള്ള ആൾക്കാരെ കാര്യത്തിൽ ചൊറിയാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? പൊതുവെ ചൊറിച്ചിൽ എന്ന് പറയുന്നത് മലയാളീസിൻ്റെ ഒരു എസ്പെഷ്യലി ഉള്ള ഒരു സംഭവം കേട്ടോ. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കണം ആൾക്കാരെ. അപ്പോൾ ഇതാണ് വിഷയം, വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ അമൃതയുടെ അല്ല അവന്തികയുടെ കേസിൽ മാത്രമല്ല, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആൾക്കാരുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സാധാരണ നമ്മളെപ്പോലത്തെ ജനങ്ങൾക്കിടയിലുള്ള ഉള്ള ആളുകളുടെ ഇടയിലും സംഭവിക്കുന്ന കാര്യമാണ്. അച്ഛനമ്മ വേർപിരിഞ്ഞ മക്കൾക്ക് ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് പല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരും, അതിനൊക്കെ ഉത്തരം കൊടുക്കുക. ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്രത്തോളം ഉണ്ടാവുന്നുള്ളൂ. അവരുടെ ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇത് ഇത്രയേ ഉള്ളൂ സംസാരിക്കാനുള്ളത്. ആൾക്കാരെ അവസ്ഥകൾ മനസ്സിലാക്കാൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.